നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോഹൻലാലിന്റേതായിട്ട് ഈ മാസം തന്നെ റിലീസിംഗ് പ്രതീക്ഷിച്ചിരുന്ന സിനിമയായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ. എന്നാൽ നിർഭാഗ്യവശാൽ അതിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ആ സിനിമ നീട്ടിവെക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് അദ്ദേഹത്തിന്റേതായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. അതിന്റെ ടീസർ വരാൻ പോകുന്നു എന്നുള്ള 2.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ടീസർ വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയങ്ങളെ കുറിച്ചുള്ള സംസാരമാണ്, അല്ലെങ്കിൽ ആ ഒരു വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, സംസാരം തന്നെയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഓരോ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ വരുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്ഥിരം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം എമ്പുരാനിൽ നിന്ന് തന്നെ തുടരും. എമ്പുരാനിൽ നിന്ന് തന്നെ തുടങ്ങാം. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു പോസ്റ്റർ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതായത് നമ്മുടെ ടൊവിനോ തോമസിന്റെ ഒരു പോസ്റ്റർ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് പുറത്തു വന്നിരുന്നു. അതൊക്കെ കൊള്ളാമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ എന്ത് റിവ്യൂ പറയാനാണ്. ഒരു പോസ്റ്റർ, നല്ല ലുക്കുള്ള പോസ്റ്റർ, പിന്നെ ആ പടത്തിന്റെ ക്വാളിറ്റി ആ ഒരു പോസ്റ്ററിൽ കാണാമെന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് മാത്രം. എന്തിനേലും പൃഥ്വിരാജിന്റെ മേക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമ്മൾ ആദ്യ ഭാഗത്തിൽ തന്നെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ടെക്നിക്കൽ സൈഡൊക്കെ പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അതിന്റെ ട്രെയിലർ ഇറങ്ങുന്നു അല്ലെങ്കിൽ ടീസർ ഇറങ്ങുന്നു എന്ന കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. 2025 ആദ്യമായിട്ട് മോഹൻലാലിന്റെ പടം റിലീസ് ചെയ്യാൻ പോകുന്നത് തുടരും എന്നുള്ളൊരു പടമായിരുന്നു എന്നാണ് ഇതുവരെ നമുക്ക് അറിയാമായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് തുടരും രണ്ടാമതായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. മാർച്ചിൽ റിലീസ് ചെയ്യാൻ പോകുന്ന എമ്പുരാനായിരിക്കും ഈ വർഷം മോഹൻലാലിൻ്റെതായിട്ട് ആദ്യമായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. എമ്പുരാൻ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചും വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. കാരണം ഒരു ഗ്യാരണ്ടി ഹിറ്റ് പ്രതീക്ഷിക്കുന്ന സിനിമയാണ് എമ്പുരാൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സിനിമ ഒരു പരാജയമായിട്ട് മാറാനുള്ള സാധ്യത 1000% മാത്രമേ ഉള്ളൂ. അത്ര വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്ന സിനിമയാണ്. ആ സിനിമയ്ക്ക് യാതൊരുവിധ പ്രൊമോഷൻ കൊടുത്തില്ലെങ്കിൽ പോലും അതിന്റെ ഹൈപ്പ് അങ്ങ് വാനോളം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിൽ പോലും, അതായത് ഹിന്ദിയിലും തമിഴിലും എല്ലാം തന്നെ ഇതിന്റെ 1ാം ഭാഗം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ 2ാം ഭാഗവും അവിടെ പ്രൊമോഷൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇനീഷ്യൽ കളക്ഷൻ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിക്കുന്നതാണ്. മറ്റ് ഭാഷകളിൽ ഒരു വിജയമായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 10 കോടിയെങ്കിലും അവിടെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സ്വാധീനിക്കും സിനിമയുടെ മൊത്തം കളക്ഷൻ എന്നുള്ളത് മാർക്കോയുടെ വിജയത്തിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ച ഒരു കാര്യം കൂടിയായിരിക്കും എന്നുള്ളത് ഊഹിക്കാം. എന്ത് തന്നെയാലും ഫസ്റ്റ് ഈ പടമായിരിക്കും 2025 മോഹൻലാലിന്റേതായിട്ട് റിലീസ് ചെയ്യുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ തുടരും എന്നുള്ളൊരു പടത്തിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുണ്ട്, ഫണ്ടില്ലാത്തതിന്റെ പേരിൽ സിനിമയുടെ വർക്കുകൾ നിന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും മറ്റും ഒക്കെ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ അത് കേട്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ ഞാൻ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട ഒരു കാര്യം, ഇത് ഗ്യാരണ്ടി നമുക്ക് ഉറപ്പ് പറയാവുന്ന ഒരു കാര്യമാണ്. ഈ സിനിമയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. സിനിമയുടെ മാർക്കറ്റിംഗ് ബിസിനസ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അത് എത്ര കോടി രൂപയ്ക്കാണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയത്തില്ല. ഏഷ്യനെറ്റ് ആയിരിക്കും അതിന്റെ ബിസിനസ് എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം, തുടരും എന്നുള്ളൊരു പടത്തെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ ബിസിനസ് എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യവും നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഒരു എമൗണ്ടിനാണ് ആ ചിത്രം വിറ്റുപോയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യവും അറിയാൻ സാധിച്ചിട്ടുണ്ട്. സിനിമ ഓൾറെഡി തിയേറ്റർ റിലീസിന് മുമ്പ് തന്നെ ടേബിൾ പ്രോഫിറ്റ് ആയിട്ട് മാറിയ സിനിമയാണ് എന്നുള്ളതും, ഇറക്കിയ തുകയേക്കാൾ വളരെയധികം കൂടുതലാണ് ഏഷ്യനെറ്റ് എടുത്തിരിക്കുന്ന തുക എന്നുള്ളതും കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇറക്കാൻ കാശില്ലാത്ത സിനിമയാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത് രഞ്ജിത്താണ്. രഞ്ജിത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ആള് തന്നെയായിരിക്കും. ചിപ്പി രഞ്ജിത്ത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത്.
സാമ്പത്തികമായിട്ട് ഒരു ടൈറ്റും ഇല്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ മോഹൻലാൽ സിനിമയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക ടൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഫണ്ട് ഇറക്കാൻ ഇവിടെ ഫൈനാൻസിയേഴ്സ് ക്യൂ നിൽക്കുകയായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി എം രഞ്ജിത്തിന്റെ പോക്കലിലെ പൈസ എടുത്ത് മാത്രമാണ് ഈ സിനിമ ചെയ്യുന്നത് എന്നൊക്കെ വേണമെങ്കിൽ വാദിച്ചേക്കാം. അപ്പോൾ ഒരു പ്രൊഡ്യൂസറും സ്വന്തം കാശെടുത്ത് പടം ചെയ്യുന്നില്ല. പുതിയതായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ 2-3 പടമൊക്കെ ചെയ്തതിനു ശേഷം ഇവിടെ മലയാളത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഇപ്പോൾ എം രഞ്ജിത്തിനെ പോലെയൊക്കെയുള്ള ആളുകൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് സിനിമ തുടങ്ങാൻ സാധിക്കും. ഇതുപോലെ പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ ഡേറ്റ് കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് സിനിമ നൈസായിട്ട് തീർക്കാവുന്നതാണ്. റിലീസിന് മുമ്പ് തന്നെ ലാഭം കൊയ്യാവുന്നതുമാണ്. വലിയ ഓവർ ബഡ്ജറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ റിലീസിന് മുമ്പൊന്നും ലാഭം കിട്ടത്തില്ല. പക്ഷേ ഈ തുടരും എന്ന് പറയുന്ന സിനിമ താരതമ്യേന മോഹൻലാൽ സിനിമകൾ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ സിനിമകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ എമൗണ്ടിലാണ് ആ സിനിമ തീർത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് തീരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സിനിമയിൽ മോഹൻലാലിന്റെ പ്രതിഫലം പോലും ഇതുവരെ അദ്ദേഹം വാങ്ങിയിട്ടുള്ള കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തിനിടയിൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറച്ച പ്രതിഫലത്തിനാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എത്രയാണെന്നൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് അറിയുന്നത്. എന്ത് തന്നെയാലും എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഒന്നും ആയിരിക്കില്ലല്ലോ ഈ ഒരു സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കോമൺ സെൻസ് യൂസ് ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. പിന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു, ചിത്രത്തിലെ ഒരു അണിയറ പ്രവർത്തകരുടെ മരണം ഈ സിനിമയെ വലിയ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് മാറാൻ കാരണമായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് ഉദ്ദേശിച്ചത് അതിന്റെ എഡിറ്ററുടെ കാര്യമായിരിക്കും എന്നുള്ളതും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം എഡിറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് പിന്നീട് വേറൊരാളെ സംബന്ധിച്ച് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും. അതായിരിക്കണം ഇതിന്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനേലും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വലിയ താമസമില്ലാതെ ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വേറെ ഒരു കൺഫ്യൂഷനും ഉണ്ടാവേണ്ട കാര്യമില്ല. പ്രൊഡ്യൂസറുടെ കയ്യിൽ കാശുള്ള പ്രൊഡ്യൂസറാണ്, ഡയറക്ടർ എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് സിനിമയ്ക്ക് വേറെ തടസ്സങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ടെക്നിക്കൽ സൈഡിൽ അവരുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറഞ്ഞ ആ ഒരു വാർത്ത തന്നെ വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, 2025 ആദ്യം മോഹൻലാലിൻ്റെതായിട്ട് റിലീസ് ചെയ്യാനിരുന്ന തുടരും എന്ന് പറയുന്ന സിനിമയായിരിക്കും നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. 99.9% ആദ്യം എത്താൻ പോകുന്നത് എമ്പുരാൻ തന്നെ ആയിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇനിയും ഒരു 2 മാസം കൂടി 2-2.5 മാസം കൂടി കാത്തിരിക്കണം ഒരു മോഹൻലാൽ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ എന്നുള്ളതും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. എന്ത് തന്നെയാലും മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് ഇത് സന്തോഷമുള്ള വാർത്തയാണോ അതോ സങ്കടപ്പെടേണ്ട വാർത്തയാണോ എന്നൊന്നും അറിയത്തില്ല. മോഹൻലാൽ ഹേറ്റേഴ്സ് ഇത് വലിയ കാര്യമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തുടരുമെന്ന് പറഞ്ഞ സിനിമ സാമ്പത്തികമായിട്ട് തടസ്സം മൂലം നിന്നുപോയി എന്നുള്ളത്. അവര് ഈ പറഞ്ഞ മാതിരി മൂഢസ്വർഗത്തിൽ കിടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പടം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഈ സിനിമ നിന്നുപോയി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട ഒരു വാദം മാത്രമാണ്. ടെക്നിക്കൽ സൈഡിൽ നിന്ന് വന്ന ആ ഒരു ഇത് മാത്രമാണ് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.